എയിംസ് തിരുവനന്തപുരത്ത് വേണം എന്ന ഒരു ആവശ്യം കൂടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 14 ജില്ലക്കാർക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ജില്ലകളിൽ ഇത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായി. കരമന ജയന്റെ പ്രതികരണമാണ് നമുക്ക് കേൾക്കാം. കേരളത്തിൽ എയിംസ് ഏത് ജില്ലയിൽ വരണം എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴയ്ക്ക് ലഭിക്കണം എന്ന നിലപാടെടുത്തിരിക്കുന്നു. എയിംസ് എവിടെ വേണം, തിരുവനന്തപുരത്തിന് വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ തിരുവനന്തപുരത്തെ നേതാക്കൾ ഇതിനോടകം ഉന്നയിച്ചാണ്. തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ കൃത്യമായി തന്നെ ആ ആവശ്യം ഉന്നയിച്ചതുമാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. എയിംസ് എവിടെയാണ് വരേണ്ടത്? കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരി, കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽത്തേരിയിലെ ഓപ്പൺ ജയിലിലെ 250-ലധികം ഏക്കർ സ്ഥലം അതുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അതിന് കേരളത്തിൽ ഇതുപോലെ അനുയോജ്യമായ സ്ഥലം വേറെ ഇല്ല. 2015 ഇത് കേരളത്തിൻ്റെ അന്നത്തെ സർക്കാർ ഈ സ്ഥലം കണ്ടെത്താൻ വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയും അത് കണ്ടെത്തി അതിന് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം പറയുന്നു ആലപ്പുഴയാണ്, അദ്ദേഹം ജയിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്തിനൊപ്പമല്ല നിൽക്കുന്നത്, അതായത് ആലപ്പുഴയ്ക്ക് കിട്ടണമെന്നാണ്. അങ്ങനൊരു കേന്ദ്രമന്ത്രി തന്നെ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ തിരുവനന്തപുരത്തിന് പ്രതീക്ഷയ്ക്ക് സാധ്യത മങ്ങുമോ? തിരുവനന്തപുരത്ത് ഇത് വരണമെന്നുള്ളത് പ്രത്യേകിച്ചും തിരുവനന്തപുരം തലസ്ഥാനമാണ്. തിരുവനന്തപുരത്ത് ശ്രീചിത്ര മെഡിക്കൽ സെൻറ്റർ, രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ, RCC അടക്കമുള്ള ഒരു മെഡിക്കൽ ഹബ്ബുള്ളത് കേരളത്തിൽ തിരുവനന്തപുരത്താണ്. അത് 2 സംസ്ഥാനങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കേരളത്തിനും പ്രയോജനം ചെയ്യും, തമിഴ്നാടിനും പ്രയോജനം ചെയ്യും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാല നിയോജക മണ്ഡലത്തിൽ BJPയുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു എയിംസ് കൊണ്ടുവരിക എന്നുള്ളത്. അതിനെ നമുക്ക് ആലോചിക്കാമെന്ന് ഇന്നത്തെ ഉപരാഷ്ട്രപതി, അന്ന് BJPയുടെ കേരളത്തിലെ സംഘടനാ ചാർജ് വഹിക്കുന്ന CP രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി, അന്ന് BJPയുടെ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പാറശാല നിയോജക മണ്ഡലത്തിൽ വന്ന് അത് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇത്രയും അനുയോജ്യമായ ഒരു സ്ഥലം ഇരിക്കെ ഇനി വേറൊരു കോഴിക്കോടോ മറ്റോ സ്ഥലങ്ങളോ ആലോചിച്ചിട്ട് കാര്യമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പലതരം വികസന വാഗ്ദാനങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്നു. എയിംസ് ഒരു പ്രധാന വിഷയം തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് ജനങ്ങളോട് ആഭിമുഖ്യമുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പും ഒക്കെ പല പരിപാടികളും സമരപരിപാടികളും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലപാടിൽ എനിക്ക് മാറാൻ കഴിയില്ല. അത് തലസ്ഥാന ജില്ലയാണ്, അനന്തപുരിയിൽ തന്നെ എയിംസ് വരണം എന്ന് തന്നെയാണ് അഭിപ്രായം. ആ അഭിപ്രായത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുമോ? അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താം, പക്ഷേ അദ്ദേഹം എനിക്കറിയില്ല അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ്? എയിംസ് എവിടെ വേണമെന്നാണ്? ഞാൻ സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ചിട്ടില്ല ഈ വിഷയം. അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് എന്ത് നിലപാട്. സ്വാഭാവികമായും തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അദ്ദേഹം മോഹൻ തിരിഞ്ഞ് നിൽക്കില്ല എന്നാണ് എൻ്റെ ആഗ്രഹവും. എയിംസ് തിരുവനന്തപുരത്തിന് ലഭിക്കണമെന്ന കാര്യത്തിൽ BJP തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിന് ഒരു സംശയവുമില്ല. ആ നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ വ്യക്തമാക്കുന്നത്. ക്യാമറ നെല്ലേമുരുകനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പ്രശാന്ത് കൃഷ്ണ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതിപ്പോൾ ആകെ ഒരു എയിംസ് ആണുള്ളത്, അത് പിച്ച് ചീന്തി അവിടെ എവിടെയും സ്ഥാപിക്കാനും കഴിയില്ല. ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത്, കൃത്യമായ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം. സുരേഷ് ഗോപി ആലപ്പുഴ പറയാൻ അദ്ദേഹത്തിൻ്റെതായ ഒരു ന്യായമുണ്ട്. ഇപ്പോൾ കരമന ജയൻ്റെയും ശ്രീകാന്തിൻ്റെയും കേട്ടു. അവർക്കും 2 ജില്ലകളിൽ നിന്ന് അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ 14 ജില്ലക്കാർക്കും സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കാം, ഞങ്ങൾക്ക് വേണം, പാലക്കാടിനും പറയും, ഇടുക്കിക്കും പറയും, എല്ലാവർക്കും പറയും. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് വരും എന്നത് യാഥാർത്ഥ്യമാണ്. ആദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സമവായം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? ദിവിഷ്, എയിംസ് ആലപ്പുഴയ്ക്ക് തന്നെ ലഭിക്കണം, അല്ലെങ്കിൽ തൻ്റെ നിലപാട് അതാണെന്ന്, അല്ലെങ്കിൽ തൻ്റെ ശ്രമം അതിനാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു നിലപാടെടുത്തിരിക്കുന്നത് ശരിക്കും വെട്ടിലാക്കിയിരിക്കുന്നത് BJP നേതൃത്വത്തെയാണ്. കാരണം ഓരോ ജില്ലാ നേതൃത്വത്തിനും അവരവരുടെ ജില്ലകളിൽ എയിംസ് വരണമെന്ന നിലപാട് സ്വീകരിക്കാം. പക്ഷേ BJP ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തിരുവനന്തപുരം നഗരസഭ ഭരണം പിടിക്കാൻ വേണ്ടി ശ്രമം നടക്കുമ്പോൾ ഇവിടെ ഏറ്റവും ചർച്ചാ വിഷയമാകുന്നത് വികസനമാണ്. മാത്രമല്ല BJPയുടെ ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വവും മുൻ ജില്ലാ നേതൃത്വവും എല്ലാം തന്നെ ഒരു നിലപാടെടുക്കുകയും എയിംസ് തിരുവനന്തപുരത്തിന് തന്നെ വേണം, അതിനുവേണ്ടി മുൻപ് തന്നെ സ്ഥലം കണ്ടെത്തുകയും 2015 UDF സർക്കാരിൻ്റെ കാലത്ത് അങ്ങനൊരു സ്ഥലം കണ്ടെത്തി സർക്കാരിനെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കള്ളിക്കാട് പഞ്ചായത്ത് എന്നത് BJP ഭരിക്കുന്ന പഞ്ചായത്തായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു നീക്കമെല്ലാം നടത്തി തിരുവനന്തപുരത്തിന് എയിംസിന് വേണ്ടിയാണ് BJP നിലകൊള്ളുന്നത് എന്ന ഒരു അവസ്ഥ നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന BJPയുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി അദ്ദേഹം ജയിച്ച തൃശ്ശൂരിന് വേണ്ടിയല്ല ആലപ്പുഴയ്ക്ക് വേണ്ടി ഇങ്ങനൊരു അഭിപ്രായം ഉന്നയിക്കുന്നത്.
സംസ്ഥാന നേതൃത്വം ശരിക്കും വെട്ടിലാണ്. കാരണം ഏത് ജില്ലയ്ക്ക് വേണ്ടി ഏത് ജില്ലയിൽ എയിംസ് വരണം എന്നൊരു നിലപാടെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ നിലപാട് വിശദീകരിച്ചിട്ടുമില്ല. തിരുവനന്തപുരം ജില്ലാ നേതൃത്വം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് ആവശ്യപ്പെടുന്നതും തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്നാണ്. രാജീവ് ചന്ദ്രശേഖരന് മറിച്ചൊരു നിലപാട്. ശരി പ്രശാന്ത്, ഞാൻ തിരികെ വരാം. ഇപ്പോൾ